നമസ്കാരം. പൊന്നിൻ ചിങ്ങം വരവായി അടുത്ത തിരുവോണം. നാളെയും മറ്റന്നാളും നിങ്ങൾ തിരുവോണം ആഘോഷിക്കുകയാണ്. ഒന്നാം ഓണം, രണ്ടാം ഓണം, മൂന്നാം ഓണം, നമ്മൾ കേരളീയർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓണം. അപ്പോൾ എന്തായാലും ഒരു പാചകമില്ലാത്ത ഒരു പായസമായാലോ? അപ്പം ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി ഒരു പാചകം ഇല്ലാത്ത പായസം. എന്തായാലും ഇതിനകത്ത് കലോറി ഉണ്ട്. അതുകൊണ്ട് രോഗം ഉള്ളവർ, അതായത് പ്രമേഹം, ഹൃദ്രോഗം, അതുപോലെ തന്നെ അമിതവണ്ണം, ഫാറ്റി ലിവർ ഇവയൊക്കെ ഉള്ളവർ സൂക്ഷിച്ച് കഴിക്കുക എന്നേ ഞാൻ പറയുന്നുള്ളൂ. അതീവ രുചികരമായ ഒരു പായസമാണിത്. പക്ഷേ കഴിക്കുമ്പോൾ കൂടുതൽ കഴിക്കാൻ തോന്നും, എങ്കിലും റെസ്ട്രിക്റ്റഡ് ഇൻടേക്ക്, അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് വലിയ മുഖവുരയൊന്നുമില്ലാതെ നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ഈ പായസത്തിൻ്റെ മെയിൻ ചേരുവ എന്ന് പറയുന്നത്, മെയിൻ താരം എന്ന് പറയുന്നത് കരിക്കാണ്. കരിക്കിനെ ഞാൻ എടുത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, അതിനകത്ത് കലോറി കുറവാണ്, പിന്നെ ഒരു ടേസ്റ്റ് ആയിരിക്കും, പിന്നെ ഒരു വെറൈറ്റിയുമാണ്. അപ്പോൾ ഇതിൽ 100 ഗ്രാം കരിക്കിൽ വെറും 18 കലോറിയേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. പാചകമില്ലാത്ത പായസം, അതിനെന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നോക്കാം. പ്രധാനമായിട്ട് നമ്മൾ കരിക്കാണ് ഇതിലെടുത്തിരിക്കുന്നത്. കരിക്ക് ഒരു 100-150 ഗ്രാം കരിക്കെടുക്കാം. അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എള്ള് ഒരു 30 ഗ്രാം, പിന്നെ ബദാമോ കാഷ്യൂനട്ടോ എടുക്കാം. അപ്പോൾ അത് ഒരു 30 ഗ്രാം, പാല് ഒരു 100 ml പാല്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പാലെന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. ഞാൻ പശുവും പാൽ അങ്ങനെ ഉപയോഗിക്കാറില്ല, തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഒരു 100 ml 150 ml വരെ എടുക്കാം. തേങ്ങാപ്പാൽ, അതുപോലെ എള്ള്, നട്ട്സ്, ഈ നട്ട്സ് കുതിർത്തെടുക്കണം. ഇത്രയും കൂടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. അതിനോടൊപ്പം കരിക്കും ചേർക്കണം. കരിക്ക്, എള്ള്, നട്ട്സ്, തേങ്ങാപ്പാൽ, 4 ചേരുവകൾ ഒരുമിച്ച് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതാണ് നമ്മൾ ഈ പാത്രത്തിലിരിക്കുന്നത്. പിന്നെ ഇതിനകത്തേക്ക് ജസ്റ്റ് ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി പിസ്തയാണ് എടുത്തത്. പിസ്ത ചെറുതായി അരിഞ്ഞത്. പിന്നെ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇത് നിങ്ങൾക്കറിയാവുന്നതാണ്, അതായത് മധുര തുളസി. എപ്പോഴും ഇവിടെ സാധാരണ കസ്കസ് എന്ന് പറയില്ലേ, അത്. കസ്കസിനകത്ത് ഞാൻ കുറച്ച് മധുരം, ശർക്കര പാനീയം ഒഴിച്ച് അതോടൊപ്പം തന്നെ കുറച്ച് തേങ്ങാപ്പാലും ചേർത്തതാണ്. ഇതും കൂടെ ചേർത്ത് നേരത്തെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ഇതൊരു ടേസ്റ്റ്ലെസ് ഒരു സംഭവമാണ്. നല്ല വീർത്ത് കിടക്കും, ഫൈബർ കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് കുറച്ച് നല്ലൊരു മധുരവും അതിനൊരു നല്ല ടേസ്റ്റ് കിട്ടും. അതിനുവേണ്ടി ഞാനങ്ങനെ ശരിയാക്കി വെച്ചിരുന്നതാണ്. അതിനകത്തേക്കാണ് ഇത് ഇട്ട് വെച്ചത്. അപ്പോൾ അത് ഒരു 10 ഗ്രാം മതിയാവും. പിന്നെ ശർക്കരപ്പാനി നിങ്ങളുടെ ഇഷ്ടം പോലെ, മധുരം കൂടുതലുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, അല്ലാത്തവർക്ക് കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നതിന് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് നോക്കാം. ഈ ചേരുവകളൊക്കെ ചേർത്തിട്ട് അടിച്ചു വെച്ചിരിക്കുകയാണ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ. അതായത് കരിക്ക്, തേങ്ങാപ്പാൽ, എള്ള്, കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് വേണം എള്ളെടുക്കേണ്ടത്. അതോടൊപ്പം നട്ട്സ്, കാഷ്യൂ നട്ട്സ് എടുക്കാം, അല്ലെങ്കിൽ ബദാം എടുക്കാം. അതിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് പിസ്ത അരിഞ്ഞത് ചേർക്കാം. കുറച്ച് കരിക്ക് ഡെക്കറേഷന് വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണിത്. കരിക്ക് അരിഞ്ഞത് ചേർക്കാം. നട്ട്സ് ചേർക്കാം. ഹൈ കലോറിയാണ്, ശ്രദ്ധിച്ചോണം നിങ്ങളെല്ലാവരും. കലോറിഫിക് വാല്യൂ എല്ലാം കൂടുതലുള്ളതാണ് ഇതെല്ലാം, പക്ഷേ ന്യൂട്രീഷ്യസ് ആണ്. ഇവിടെ ഏലക്ക പൊടിച്ചത്, പിന്നെ ശർക്കരപ്പാനി. മൊസൈക്ക് അപ്പിയറൻസ്. പായസം റെഡിയായി നിമിഷങ്ങൾക്കുള്ളിൽ. അവസാനമായിട്ട് നമുക്ക് ഈ കസ്കസ് ചേർക്കാം.
പായസം ആയതുകൊണ്ടൊരു വിഷമം വല്ലതും ഉണ്ടോ? കണ്ടില്ലേ, ടേസ്റ്റ് എൻഹാൻസേഴ്സാണ് മുഴുവനും. എക്സലൻറ്റ് ടേസ്റ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. വായിൽ നന്നായിട്ട് വെള്ളം ഊറുന്നുണ്ട്. കുടിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു, അത്രയ്ക്ക് ടേസ്റ്റ്. ഇതിനകത്തിട്ട് ഇതില്ലേ കസ്കസ്, നല്ല കോമ്പിനേഷൻ, അടിപൊളി. വായിക്കകത്ത് നമുക്കൊരു ക്രഞ്ചി ഫീലിംഗ് കൂടെ കിട്ടും. അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാം ബ്ലാൻഡായിട്ടല്ലേ ഇരിക്കുന്നത്. അതോടെ ഇട്ടപ്പോഴത്തേക്ക് നല്ല രുചിയുണ്ട്, നല്ല മണമുണ്ട്, നല്ല ഫ്ലേവറും ഉണ്ട്. ഓക്കെ, അപ്പം എന്തായാലും എല്ലാവരും ഓണത്തിന് തയ്യാറാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ന്യൂട്രിറ്റീവ് വാല്യൂവിനെയൊക്കെ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. ബിക്കോസ് ഇതിനകത്ത് ഈ കലോറി കൂടുതലുള്ളത് കൊണ്ട് തന്നെയും ന്യൂട്രീഷണൽ വാല്യൂ കുറയും. ഇതിനകത്തൊക്കെ നല്ല ന്യൂട്രീഷൻ. ഇപ്പം എള്ളെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാൽസ്യം ഉള്ളതാണ്. ഒരു 100 ഗ്രാം എള്ളിനകത്ത് ഏകദേശം 997 മില്ലിഗ്രാം കാൽസ്യമുണ്ട്. എന്നാൽ പാലിനകത്ത് 100 ml വെറും 125 മില്ലിഗ്രാമാണ് കാൽസ്യം ഉള്ളത്. എല്ലാവരും പാലിൻ്റെ പുറകെ പോകും. എള്ളിൻ്റെ പാല് കുടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ എള്ളുണ്ട, ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ സന്ധിവേദനയും മുട്ടുവേദനയൊക്കെ മാറും. ഞാൻ എത്രയോ സ്നാക്കുകൾ ഇതുമായിട്ട് തയ്യാറാക്കിയിട്ടിട്ടുണ്ട് എള്ളുമായിട്ട് ബന്ധപ്പെട്ട്. ഇതിനകത്തും എള്ളിൻ്റെ കുറച്ച് മതി, ഒരു 30 ഗ്രാം എള്ള് ചേർത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഒരു ന്യൂട്രീഷൻ കിട്ടുമല്ലോ. പിന്നെ ഉള്ള കരിക്ക്, അതോടൊപ്പം തേങ്ങാപ്പാൽ, നട്ട്സ്, ബദാം, ഇവയെല്ലാം തന്നെയും പരസ്പരം പൂരകങ്ങളായിട്ട് രുചി മുകുളങ്ങളെ ത്രസിപ്പിക്കുന്ന സാധനങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും തയ്യാറാക്കണം. കമൻസ് അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. വിഷ് യു എ വെരി വെരി ഹാപ്പി ഓണം ടു ഓൾ മൈ സബ്സ്ക്രൈബേഴ്സ്.